ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സിത്താര, പിന്നെ വീട്ടിലെല്ലാവരോടും എന്റെ അന്വേഷണം പറയണം കേട്ടോ. ഓ, എല്ലാരോടും പറഞ്ഞേക്കാം. ശരി എന്നാ, ഞാൻ പോയിട്ട് വരാം. കാണാം കേട്ടോ. ആയിക്കോട്ടെ. അനിയൻ സാറല്ലേ പോയത്? അയ്യോ, സാറ് പോയല്ലോ. എനിക്കിതുവരെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അമ്മയും അനിയൻ സാറും തമ്മില് എന്തോ ജാതക പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അതാ കൂടെ കൂടെ ഇങ്ങനെ മിസ്സാവുന്നത്. ആ കൃഷ്ണൻ, നമുക്ക് വാശിക്ക് വേണമെങ്കിൽ സാറിനെ ഇപ്പൊ ഓടി പിടിക്കാം കേട്ടോ. അത് വേണ്ട, നീ നേരെ പോ. ആ ശരി. മമ്മി, ഇതുവരെ പോയ ക്ഷേത്രങ്ങളെ പോലെയല്ല. ഇവിടെ വന്ന് തൊഴുതു നിന്നപ്പോ മനസ്സിനെന്തോ മുൻപെങ്ങും ഇല്ലാത്ത ഒരു ശാന്തത കിട്ടിയതുപോലെ. മാഡം പറയുന്നത് ശരിയായിരിക്കും. മുടങ്ങിക്കിടന്ന വഴിപാടുകളൊക്കെ നടത്തിയല്ലോ, അതുകൊണ്ടാ ഗാഥ മാഡത്തിന് ഇങ്ങനെ തോന്നുന്നത്. എന്റെ മനസ്സിനും വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ മോളുടെ ജീവിതവും ഒരു പുതിയ വഴിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. യെസ് മമ്മി, സത്യത്തിലിപ്പോ ഞാൻ നവീന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് തോന്നിപ്പോവാ. എങ്കിലും എന്റെ മാറ്റം നവീൻ തിരിച്ചറിയായിരുന്നില്ലേ? ആ, അതിനിപ്പോ നമുക്ക് ചെന്നിട്ട് വിളിക്കാലോ നവീനെ. മമ്മി മമ്മി അയാളും കൂടെ ഏറ്റവും അവസാനം ഇവിടെ വന്നത് എപ്പോഴാ? ആ ശ്രീനിവാസന്റെ കൂടെ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട മോളെ. പഴയതൊന്നും എന്നെ ഓർപ്പിക്കാൻ വേണ്ട. നോക്ക്, ഞാനിപ്പോ നല്ലൊരു മാനസികാവസ്ഥയില. ഏറ്റവും വെറുക്കപ്പെട്ട അയാളെ കുറിച്ചുള്ള ചിന്തയോ കാഴ്ചയോ എനിക്കിപ്പോ താങ്ങാനാവില്ല. മമ്മി, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്താലോ? നല്ല ഭംഗിയുണ്ട്. മോൾ എടുത്തിട്ട് വരൂ, മമ്മി കാറിലിരുന്നോളാം. മമ്മി, അയാളുടെ കാര്യം പറഞ്ഞോണ്ട് മമ്മി മൂഡ് ഓഫ് ആയോ? കുഴപ്പമില്ല, മോള് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വാ. സിനി നോക്കിക്കോ. യെസ് മാം. സിത്താര, ഒരിക്കലും എന്റെ മുന്നിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്റെ സ്വസ്ഥത നശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? സോറി. സിത്താര ഇങ്ങോട്ട് വന്നതാ, എന്റെ അടുത്തേക്ക്, എന്റെ ഗ്രാമത്തിലേക്ക്. നിങ്ങളുടെ അടുത്തേക്കോ? സിതാരയോ? ചത്താ പോലും അങ്ങനെ ഒരു ചിന്ത എനിക്ക് വരില്ല. എന്റെ ശിക്ഷ കഴിഞ്ഞു.
അത് കോടതി വിധിച്ച ശിക്ഷയല്ലേ. ദൈവം വിധിച്ച ശിക്ഷ ആയുസൊടുങ്ങാതെ തീരുമോ നിങ്ങക്ക്? സിതാര, വർഷങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലൂടെ ഒഴുകിപ്പോയി. ഏറ്റവും അവസാനം കണ്ടപ്പോൾ പറഞ്ഞ വാചകം തന്നെയാ സിതാരയോട് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. സിതാരയുടെ തെറ്റിദ്ധാരണകളൊന്ന് തിരുത്തണം. എന്താ മിസ്റ്റർ നിങ്ങൾ ഈ പറയുന്ന തെറ്റിദ്ധാരണ? എന്നെ ചതിച്ചതോ? എന്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നോക്കിയതോ? ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നേരെ അവളുടെ വീട്ടിലേക്കായിരിക്കും പോയതല്ലേ? ശാന്തിയെ കണ്ടെത്തി ഒന്നിച്ച് ജീവിച്ചു തുടങ്ങി കാണുമല്ലോ. പിന്നെന്തിനാ എന്റെ തെറ്റിദ്ധാരണ തീർക്കുന്നത്? ശാന്തിയും മകളെയും ഞാൻ കണ്ടിട്ടില്ല. അവരെവിടെയാണെന്ന് അറിയോ സിതാരയ്ക്ക്? ഓ, കണ്ടില്ലല്ലേ, കാത്തിരുന്നില്ലല്ലേ? ചിലപ്പോ അവക്കും അടുത്തുണ്ടാവും. ചെയ്ത തെറ്റുകൾ മനസ്സിനെ പൊള്ളിച്ചിട്ട് എങ്ങോട്ടേലും ഓടിപ്പോയിട്ടുണ്ടാവും. നിങ്ങൾ എത്ര തേടി അലഞ്ഞാലും ശാന്തിയോ അവളുടെ മകളെയോ നിങ്ങൾ കണ്ടെത്തില്ല. നഷ്ടപ്പെടുന്ന സ്നേഹത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അലഞ്ഞലഞ്ഞ് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കണം. എന്നിട്ട് തെരുവിൽ അലയുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ, അന്ന് സിത്താര വന്ന് നിൽക്കും നിങ്ങളുടെ മുന്നില്. എന്നോട് നിങ്ങൾ ചെയ്തതൊക്കെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ. ശാപങ്ങൾ ശ്രീനിവാസന് പുതിയതല്ലേ. മുന്നേ തന്നെ എന്നെ ശപിച്ചിട്ടുണ്ടല്ലോ താൻ. നമ്മളൊന്നിച്ച് ഈ ക്ഷേത്രത്തിൽ വന്നതൊക്കെ ഓർമ്മയുണ്ടോ തനിക്ക്? ഓർമ്മയുണ്ട്. അന്ന് ഞാനതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നല്ലോ പുറകിൽ നിന്നിരുന്ന ഒരുത്തിയോടായിരുന്നു നിങ്ങൾക്ക്. ഈ ക്ഷേത്രവും ഇവിടുത്തെ നാഗദൈവങ്ങളും ഒക്കെ എന്നെക്കാട്ടിലും പ്രിയപ്പെട്ടത് അവക്കായിരുന്നല്ലോ. അവളെയും കൊണ്ടുള്ള എഴുന്നള്ളത്തായിരുന്നു നിങ്ങൾക്ക്. ഞാൻ വെറും ഒരു കാവൽക്കാരി. എങ്ങനെയാണ് മനുഷ്യ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എന്റെ മുന്നിൽ അറപ്പില്ലാതെ ഇങ്ങനെ വന്ന് നിൽക്കാൻ തോന്നുന്നത്? എങ്ങനെ നിങ്ങൾക്ക് വേറെ പുറകെ പോകാൻ തോന്നിയത്? ഈ അസംബന്ധം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. വിവാഹ ജീവിതത്തിന്റെ പവിത്രതയെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ടല്ലോ നീ. നിന്റെ ജീവിതം പുണ്യമാണോ? ജയിലിൽ നിന്ന് ഇറങ്ങി ആദ്യത്തെ പരോളിന് പുറത്തിറങ്ങി ഞാൻ വന്നത് നിന്റെ അടുത്തേക്കാ. അത് നിന്റെ അടുത്തൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ നീ പറഞ്ഞത് ഒരു മനോഷമില്ലാതെ നീ പറഞ്ഞു ഒരു പുതിയ ഭർത്താവുണ്ടെന്നും അതിലുണ്ടായ കുഞ്ഞാണതെന്നും അല്ലേ? ഞാൻ ജയിലിലേക്ക് പോയി 1 മാസം കഴിയുന്നതിന് മുമ്പേ വേറൊരുത്തനെ തേടിപ്പോയാൽ നീയാണോ എനിക്ക് സദാചാരത്തിന്റെ ക്ലാസ് എടുക്കുന്നത്? എന്നോട് നിങ്ങൾ ചെയ്തതിന് ഞാൻ പകരം വീട്ടി. ആ പകരം വീട്ടിൽ നിന്നാ സിത്താര എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായത്. അയൺ ലേഡി എന്ന് നാട്ടുകാർ വിളിക്കുന്നത് വരെയുള്ള വളർച്ച ഉണ്ടായത്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അഭിമാനത്തോടെയാ, അതിനും അപ്പുറത്തുള്ള ഒരു അഹങ്കാരത്തോടെയാ. തന്നെ പോലൊരു നാട്ടുപ്രമാണി ചതിച്ചിട്ടും തോക്കാൻ മനസ്സില്ലെന്ന് പറഞ്ഞ തലയുയർത്തി പിടിച്ചതിന്റെ അഹങ്കാരം. That's who I am. സിതാര ശ്രീനിവാസ്. മമ്മി ആരോട് ദേഷ്യപ്പെടുന്നുണ്ടല്ലോ? ജയിലഴികൾക്ക് അകത്ത് കിടക്കുമ്പോ നീ വിശ്വസിച്ചാലും ശരി അല്ലെങ്കിലും ശരി നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്.